ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സീ ഫുഡ് റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെമ്മീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെമ്മീൻ റോസ്റ്റ്. നാടൻ രീതിയിൽ എങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ചെമ്മീൻ 1/2 കിലോ, നന്നാക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് 1/2 കിലോ. പിന്നെ 2 സവാള, ഒരു 10-15 ചെറിയ ഉള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 10 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, അത് കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ കരിവേപ്പില നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ഞാനിവിടെ ഒരു 3 തണ്ട് കരിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കരിവേപ്പില കൂടുന്തോറും ടേസ്റ്റും കൂടും. പിന്നെ പൊടികൾ: മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാം 1/4 ടീസ്പൂൺ വെച്ച് എടുത്താൽ മതി. ഞാൻ 1/4 ടീസ്പൂണാണ് എടുത്തത്. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ആക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിതൊരു മീനിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് ചട്ടിയിൽ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. ചട്ടിയിലാണ് ഉണ്ടാക്കണേ. ആദ്യം നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ചെമ്മീനെ വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ ഉള്ള വെള്ളം ഒന്ന് തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം. ചെമ്മീൻ ഇപ്പോൾ റെഡിയായി. അതിനെ ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി. ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നാടൻ വിഭവങ്ങൾക്കായിട്ട്. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണം. ഞാനൊരു 15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ആണ് ചേർക്കുന്നത്. ഉള്ളി വേഗം വഴറ്റാനായിട്ട് ഉപ്പ് ചേർത്താൽ നന്നാവും എന്ന് പറയുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉള്ളി വേഗം വഴറ്റി കിട്ടും. ചെറിയ ഉള്ളിക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ വരുമ്പോഴേക്ക് നമ്മൾ കരിവേപ്പില ചേർത്തു. അതിലേക്ക് നമുക്കിനി വലിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചേർക്കാം. സവാള ചേർത്ത് നന്നായി വഴറ്റുക. നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ഒരുവിധം ബ്രൗണൊക്കെ ആയി വരുന്നുണ്ട്, ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർക്കുകയാണ്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി എല്ലാം 1/4 ടീസ്പൂൺ വെച്ച് ചേർത്താൽ മതിയാവും. എരിവ് അധികം വേണമെന്നുള്ളവർ മാത്രം മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് കുറച്ച് അധികമാക്കിയാൽ മതിയാവും. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഓരോ ആൾക്കാർക്ക് വേറെ വേറെ താല്പര്യമായിരിക്കുമല്ലോ ഉപ്പിൻ്റെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾക്കിപ്പോൾ ഇവിടെ പൊടിയൊക്കെ പച്ചച്ചൊവ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെമൺ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചെമ്മീൻ ഇത്തിരി മധുരിപ്പ് ഉണ്ടാവും, അപ്പോൾ ഒരു ഇത്തിരി പുളിപ്പുണ്ടെങ്കിലേ അതിന് രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഈ ലെമൺ ജ്യൂസും പൊടികളും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ ആഡ് ചെയ്യണം.
പിന്നെ അതും ചേർത്ത് ഇതിലേക്കൊക്കെ നന്നായി മിക്സ് ചെയ്യണം. ആ ചെമ്മീനിലേക്ക് ഈ ഫ്ലേവറും അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണ വരെ നല്ലോണം ഇളക്കി വഴറ്റി കൊടുക്കണം. നല്ല മൊരിഞ്ഞ പോലെ വരണം. അതൊന്ന് വഴറ്റി തീ താഴ്ത്തി വെച്ച് കുറച്ച് സമയം അത് എടുക്കും അത് വഴറ്റി വരാനായിട്ട്. പിന്നെ എണ്ണ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കുറച്ച് കരിവേപ്പില ലാസ്റ്റ് വിതറാണ്. കരിവേപ്പില നല്ലൊരു ഫ്ലേവറാണ്, നല്ല വാസന തരുന്ന സംഭവമാണല്ലോ, നല്ലതുമാണ്. അപ്പോൾ നമുക്ക് കരിവേപ്പില കുറച്ചിട്ടിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി നാടൻ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തണം. എന്നാൽ മാത്രമേ പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല നാടൻ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ. എല്ലാവരും ടേക്ക് കെയർ.